നമസ്കാരം. സ്ഥിരം ജോലിയിൽ നിന്നല്ലാതെ മറ്റൊരു വരുമാനം കൂടി ഉണ്ടായാലും നിങ്ങളിൽ എത്ര പേർക്ക് ഇങ്ങനെ ഒരു വരുമാനം നേടാൻ ആഗ്രഹമുണ്ട്? ഒരു ബിസിനസ് ആരംഭിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രീലാൻസ് ജോലികൾ ചെയ്യുക. ഇതിൽ ചിലതാണ് മിക്കവരും ചെയ്തു വരുന്നത്. പക്ഷേ എല്ലാവർക്കും ഈ ജോലികൾ ചെയ്യാൻ സാധിക്കണമെന്നില്ല. നമ്മൾ മറ്റു വരുമാന മാർഗങ്ങൾ കൂടി കണ്ടെത്തേണ്ടതിൻ്റെ ആവശ്യകത എന്തെന്നാൽ അവ പലപ്പോഴും ഒരു സാമ്പത്തിക സുരക്ഷ നൽകുന്നു. ഒരു വരുമാനം നിലച്ചാലും രണ്ടാമത് മാർഗത്തിലൂടെയുള്ള വരുമാനം ഉറപ്പുവരുത്തുന്നു. കൂടുതൽ വരുമാനം ലഭിക്കുന്നതിലൂടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ വേഗത്തിൽ കൈവരിക്കാൻ സാധിക്കുന്നു. അതുവഴിയുള്ള ധനസമ്പാദനം സാമ്പത്തികമായുള്ള ഉയർച്ച ഉണ്ടാക്കുന്നു. കൂടാതെ വിശ്രമജീവിതം സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാത്തതും സുരക്ഷിതവും ആക്കാൻ സഹായിക്കുന്നു. ജീവിതത്തിൽ ഇവയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. നല്ല ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലൂടെ ഇവ നേടിയെടുക്കാൻ നമുക്കും സാധിക്കും. അതിന് ആദ്യം നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറോട് കാര്യങ്ങളെല്ലാം തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ് വേണ്ടത്. അദ്ദേഹം നിങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനം നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ചെലവഴിക്കുന്നത് എന്ന് വിശദമായി പരിശോധിക്കും. എവിടെയൊക്കെയാണ് അനാവശ്യ ചെലവുകൾ വന്നു ഭവിക്കുന്നത് എന്നും അതിൽ ഏതൊക്കെ ചെലവുകൾ ഒഴിവാക്കാം, ബാക്കി ചെലവുകൾ എങ്ങനെയൊക്കെ നിയന്ത്രണ വിധേയമാക്കാം, അങ്ങനെ ബാധ്യതകളെല്ലാം ഏതൊക്കെ രീതിയിൽ കുറവ് വരുത്താം എന്നൊക്കെ വിശകലനം നടത്തി ഇതെല്ലാം കണ്ടുപിടിച്ച് കൃത്യമായ ഒരു പ്ലാൻ തയ്യാറാക്കും. എന്നിട്ട് അതിനുതകുന്ന നല്ല ഒരു ബഡ്ജറ്റ് തയ്യാറാക്കും. എന്നിട്ട് ഇതെല്ലാം എങ്ങനെയൊക്കെയാണ് ഫോളോ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി തരും. ഇതിലൂടെ നിങ്ങൾക്ക് എത്രമാത്രം തുക ലാഭിക്കാൻ സാധിക്കും എന്ന് കണ്ടെത്താൻ പറ്റും. ഇതിലൂടെ പുതിയ പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തുവാൻ വേണ്ടിയിട്ടുള്ള നിക്ഷേപം നടത്തുവാനും, അല്ലെങ്കിൽ നിലവിലെ ബാധ്യതകൾ ലഘൂകരിച്ച് നിങ്ങളുടെ നീക്കിയിരിപ്പ് വർദ്ധിപ്പിക്കുവാനും സാധിക്കും. അതുവഴി നിങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ നേട്ടമുണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഈ പാസീവ് ഇൻകം എന്നൊക്കെ പറയുന്നത് നമ്മൾ നേരിട്ട് അധ്വാനിക്കാതെ തന്നെ നമുക്ക് ലഭിക്കുന്ന ഒരു വരുമാനമാണ്. കൃത്യമായ സമയത്ത് ഉചിതമായ രീതിയിൽ ഒരു വലിയ തുക ഒറ്റത്തവണയായിട്ട് നിക്ഷേപം നടത്തിയിട്ടോ, അല്ലെങ്കിൽ ചെറിയ ചെറിയ തുകകൾ പല ഘട്ടങ്ങളിലായിട്ടോ ഈ SIP പോലെയൊക്കെ നിക്ഷേപം നടത്തി അതിൽ നിന്ന് തുടർച്ചയായി വരുമാനം നേടുക എന്നുള്ളതാണ് ഈ ഇങ്ങനത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെയൊക്കെ നമ്മൾ ലക്ഷ്യമിടുന്നത്. ഓർക്കുക, ഈ ധനസമ്പാദനം എന്നത് ദീർഘവീക്ഷണമുള്ളതും ചിട്ടയായതും കൃത്യവുമായ നിക്ഷേപങ്ങളിലൂടെ സാവധാനം പൂർത്തീകരിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഈ വേഗത്തിൽ പണക്കാരനാകാനുള്ള ആഗ്രഹങ്ങൾ ഇടുങ്ങിയ ചിന്താഗതിയാണ് നൽകുന്നത്. അതുകൊണ്ട് നിങ്ങളെ അത് പല നഷ്ടങ്ങളിലേക്കും അതുവഴി പലതരം കഷ്ടതകളിലേക്കുമായിരിക്കും കൊണ്ടു ചെന്നെത്തുക. അപ്പോൾ ശരിയായ രീതിയിൽ ശരിയായ സമയത്ത് നിക്ഷേപിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ.